കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാതയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത ആരോപിച്ചാണ് റോഡ് ഉപരോധിച്ചത്. ഇന്നലെ കനത്ത മഴയിൽ ദേശീയപാതയിൽ നിന്ന് ചെളിയും മണ്ണും വീടുകളിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. കലക്ടർ സ്ഥലത്തെത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. സുനിൽ ഐസക് വിവരണവുമായി. സുനിൽ, കുപ്പത്ത് എന്താണ് ഉണ്ടായത്? അജിംസ്, ഞാനിപ്പോൾ ഉള്ളത് കുപ്പത്താണ്. നമുക്ക് കാണാം, ഒരു ഭാഗത്ത് ദേശീയപാതയുടെ ജോലി ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, വലിയ തോതിൽ ചെളിയും മണ്ണും ഇവിടെ നിന്ന് ഒലിച്ച് താഴേക്ക് ഇറങ്ങി നിരവധി വീടുകൾക്ക് മുകളിലേക്ക്, വീടുകൾക്കുള്ളിലേക്ക് ഇത്തരത്തിൽ ചെളിയും മണ്ണും വന്ന് നിറയുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 4-5 വീടുകളിൽ ആളുകൾക്ക് താമസിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ, അത്രമേൽ ഭീകരമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇവര് പറയുന്നത് പ്രധാനമായും ഇതിന്റെ ഒരു അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിൽ വീടുകളും മറ്റും നശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചതെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകണം, നടപടികൾ ഉണ്ടാവണം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് എന്നൊരാവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ്, അത്തരമൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി ഇവിടെ ദേശീയപാത ഉപരോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. വലിയ പ്രതിഷേധമാണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ദേശീയപാത കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇവർ ഉപരോധിക്കുന്നു. ഏറ്റവും ഒടുവിൽ കളക്ടർ എത്തണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകുന്നത്? ഇന്നലെ പെയ്ത മഴയിലാണ് ഇന്നലെയാണ് അപ്രതീക്ഷിതമായി നമ്മൾ കാലവർഷം എന്ന രീതിയിൽ പറയാൻ പറ്റില്ലെങ്കിലും ചെറിയൊരു മഴ വന്നപ്പോൾ തന്നെ താഴെയുള്ള 100ഓളം വീടുകളുണ്ട്. ഇതിന് താഴെ നിങ്ങളിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ കാണുമല്ലോ, ഇതിന്റെ താഴെ 100ഓളം വീടുകൾ പാർപ്പിടം തിങ്ങി പാർക്കുന്ന ഏരിയയാണ്. അപ്പൊ അവിടേക്ക് മഴ വെള്ളത്തോടൊപ്പം ചളിയും വെള്ളവും വന്നതുകൊണ്ട് കുറെ വീടുകൾ വാസയോഗ്യമല്ലാത്ത രീതിയിൽ വീട് ഫുള്ള് നശിച്ചു പോയിട്ടാണുള്ളത്. അപ്പൊ ജനങ്ങൾ ആശങ്ക, ഇനി എങ്ങനെ നമ്മൾ അവിടെ അതിന്റെ താഴെ എന്ത് ഉറപ്പിലാണ് അവിടെ താമസിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ കളക്ടർ ഭാഗത്തു നിന്ന് തന്നെ നമുക്കൊരു ഉറപ്പ് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവര് ചർച്ച നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ തീരുമാനം അറിയിച്ചിട്ടില്ല. തീരുമാനം അറിഞ്ഞ് അതിനൊരു നമുക്കൊരു പരിഹാരം ആവുന്നത് വരെ നമ്മളിപ്പോ ഇന്ന് രാവിലെ 9 മണി വരെ സ്ത്രീകളടക്കം കുട്ടികളടക്കം എല്ലാവരും മഴയും നഞ്ഞ് ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കാനാണ് ഇപ്പൊ സുരക്ഷിതം തോന്നുന്നത്. നമ്മളെ വീടുകളിലേക്ക് പോയാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് ഒരു ജീവന ഭീഷണി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് ഇതിനൊരു പരിഹാരം കിട്ടാൻ തന്നെയാണ്. അതിനുള്ള പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ സമയത്ത് നിന്ന് പിന്നോട്ട് പോവുള്ളൂ. കളക്ടർ നേരിട്ട് സ്ഥലത്തെത്തണമെന്നാണോ ആവശ്യം? അതെ, കളക്ടർ നേരിട്ട് സ്ഥലത്തെത്തി ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തണം എന്നതിനാണ് ഞങ്ങളുടെ ആവശ്യം. ഓക്കെ, നമുക്ക് മറ്റൊരാളിലേക്ക് കൂടെ പോകാം. എന്താണ് ഇപ്പോൾ ഒരു സാഹചര്യം? എന്താണ് വീടിന്റെ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ്. അവർക്ക് ഭക്ഷണമാക്കാനുള്ള സാഹചര്യം ഒന്നുമില്ല, വെള്ളമില്ല, വസ്ത്രങ്ങളെല്ലാം ചെളി പിടിച്ച അവസ്ഥയിലാണ്. 3 വീട് കംപ്ലീറ്റ്ലി ചെളിയിലായിട്ട് തന്നെയാണ് ഉള്ളത്. അത്രയും ദാരുണമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. സർട്ടിഫിക്കറ്റുകൾ വരെ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട്. ലാപ്ടോപ്പ് സർട്ടിഫിക്കറ്റ്, ആവശ്യ സാധനങ്ങളൊക്കെ വെള്ളത്തിന്റെ അടിയിലായിട്ടുണ്ട്. അവിടെ വസിക്കാനുള്ള അവസ്ഥയിലേ അല്ല. ഓക്കെ, നിലവിലിപ്പോ ഇതിൽ എന്ത് പരിഹാരമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നാഷണൽ ഹൈവേ അധികാരികള് എല്ലാവരും ചേർന്ന് ഇതിന് ഉത്തമമായ പരിഹാരം അവർ നമുക്ക് നൽകിയേ പറ്റൂ. ഇതിപ്പോ ഇവർ ഇവിടുന്ന് വരുന്ന വെള്ളം വഴിതിരിച്ചു വിട്ടിട്ടാണ് CH നഗർ എന്ന ഏരിയ മൊത്തം വെള്ളത്തിലും ചളിയിലുമായി ആഴ്ന്നു കിടക്കുകയാണ്. എല്ലാവർക്കും ഒരേപോലെ ദുസ്സഹമാണ്. ട്രാവൽ ചെയ്യാനായാലും അത് ഇന്നിപ്പോ ഡെയിലി പണിക്ക് പോകുന്നവർ അവർക്ക് പണിക്ക് പോകാൻ വരെ സാധിച്ചിട്ടില്ല. കാരണം റോഡില് 2 ഡ്രെയിനേജ് മണ്ണ് കൊണ്ട് മൂടിയിട്ട് റോഡിലേക്കൂടെയാണ് മണ്ണും ചളിയും മറ്റു മരങ്ങളൊക്കെ ഒഴുകി പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പണിക്ക് പോകുന്നവർക്ക് പണിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. മദ്രസിലെ കുട്ടികൾ പോയത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. നമ്മളൊക്കെ ചളിയിൽ ആഴ്ന്നിറങ്ങി ചളിയിൽ കാല് പൂണ്ടിട്ടാണ് എല്ലാവരും, അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് എല്ലാവരും CH നഗർ എന്ന ഏരിയ കടന്നത്. എല്ലാ വീടും താലിലെ 40ഓളം വീടുകൾ ഒരേപോലെ വീട്ടിൽ വെള്ളം കയറിയിട്ട് അത് ബാധിച്ചിട്ട് കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മളിവിടെ കണ്ടതാണ്, ഇതിന്റെ ഒരു ഭാഗത്ത് ഇപ്പൊ നിലവിലുള്ള കെട്ടിന് ഒരു ബലം തരുന്ന രീതിയിൽ വലിയ തോതിൽ ലോഡ് കണക്കിന് മണ്ണാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ആ മണ്ണാണ് ഇപ്പൊ കുത്തി ഒലിച്ച് വീടുകൾക്കുള്ളിലേക്ക് പോകുന്നത്. അപ്പൊ ആ മണ്ണ് മാറ്റണം എന്നാണോ ആവശ്യം നിങ്ങളുടെ? ആ മണ്ണും പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് വരുന്ന വെള്ളവും നല്ല ഫ്ലോസിങ്ങിലാണ് ആ വെള്ളം പോകുന്നത്. ഇവിടുന്ന് ഏകദേശം നമ്മൾ ഇവിടുന്ന് തന്നെ കാണുന്നുണ്ട്, ചുടല മുതലേ വരുന്ന വെള്ളം അതിലെ ആ താഴ്വഴിയാന്ന് കുത്തി ഒലിച്ച് വീടുകളും നമ്മുടെ ഇപ്പൊ റോഡുകളും എല്ലാം നാശം ആവുന്നത്. ആ വെള്ളത്തിനോടൊപ്പം തന്നെ അവിടെ കൂട്ടിയിട്ട മണ്ണുകളും ഒലിച്ചു വരുന്നുണ്ട്.
ഡ്രൈനേജ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, അത് മൂടിയിട്ടാണ് ഇപ്പോ പുതിയ റോഡിന്റെ പണി നടന്നത്. അല്ല, ഈ മണ്ണും ചളിയും അടിഞ്ഞു കൂടിയിട്ട് ഡ്രെയിനേജ് ഫുള്ള് കംപ്ലീറ്റ് മൂടിയിട്ടുള്ളത്. CH നഗറിലെ ഡ്രെയിനേജ് രണ്ടും ഈ വെള്ളവും മണ്ണും ചളിയും കൊണ്ട് മൂടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് റോഡിലേക്കൂടി തന്നെ വെള്ളവും ചളിയും ഒന്നിച്ചു പോകുന്നത്. അത് അതിന്റെ ജോലികൾ പുനഃസ്ഥാപിക്കണം. അത് നമുക്ക് നമ്മളെ നാട് നല്ല ക്ലീനായി നീറ്റാക്കി തരണം. ഇതിനുള്ള പരിഹാരം എന്താന്ന് വെച്ചാൽ അധികാരികൾ ചെയ്ത് തന്നേ മതിയാവോ. ഇന്നലെ ഇപ്പൊ ഒരു വീട്ടിലെ ആളെ പൂർണ്ണമായി ഇന്നലെ മാറ്റിയിട്ടുണ്ടല്ലേ, ഇവിടെ നിന്ന് മാറ്റി താമസിക്കുന്നത്. ഇന്നലെ 3 വീടുകളിലാണ് പ്രശ്നം ഉണ്ടായത്. പക്ഷെ ഇന്ന് രാവിലെ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം അവിടെ അതിന്റെ താഴെ 100ഓളം വീടുകളുണ്ട്. ആ വീടുകളിലൊക്കെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ പറഞ്ഞതുപോലെ രോഗികളുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പ്രായമുള്ളവരുണ്ട്. അവർക്കൊക്കെ ഇത് ബാധിക്കുകയാണ് ഈ വിഷയങ്ങൾ. ഞങ്ങൾക്ക് ഏകദേശം 2 ദിവസമായി സമാധാനപരമായിട്ട് ഈ കാണുന്ന ഈ കുടുംബങ്ങൾ ഉറങ്ങിയിട്ട് നിരന്തരമായിട്ട് ഇവര് വീടുകളിലേക്ക് വെള്ളം കയറുന്നത് കൊണ്ട് അവരൊരു ഭയാനകരമായ ഒരു അവസ്ഥയിലാണ്. പേടിയം അടക്കമുള്ള ആളുകളല്ല. കണ്ണൂരിലെ കുപ്പത്താണ് ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് ചെളിയും മണ്ണും വീടുകളിലേക്ക് ഒലിച്ചിറങ്ങുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചത്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകി. ഇതുവരെ ത്വരിതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരുന്ന ദേശീയപാത നിർമ്മാണം മഴ ആരംഭിച്ചതോടുകൂടി പല സ്ഥലങ്ങളിലും പാളുകയാണ്. കൂരിയാട്ട് ദേശീയപാത വിണ്ടുകീറി, വിള്ളലുകൾ പല സ്ഥലങ്ങളിലും മറ്റ് പലയിടങ്ങളിലും കാണപ്പെട്ടു. കൂരിയാട്ടുണ്ടായത് വിണ്ടുകീറൽ മാത്രമല്ല, ദേശീയപാത ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ കണ്ണൂരിൽ ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന്, അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് മണ്ണും ചെളിയും വീടുകളിലേക്ക് ഒലിച്ചിറങ്ങുന്നതാണ് നാട്ടുകാരുടെ ആക്ഷേപം.